ഓക്കെ, അപ്പോൾ ജോലിക്ക് പോകുന്ന സമയം ഷൂട്ടിൽ ചെരുപ്പാടുന്നത് എപ്പോൾ വേണമെങ്കിൽ മഴ വരാം. പെട്ടെന്ന് മഴ പറഞ്ഞു, പെട്ടെന്ന് മഴ നിൽക്കുകയാണ്. ക്ലൈമറ്റിന് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, 6 മണി ജോലിക്ക് പോകേണ്ട ഞാൻ 6:45. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ ലേറ്റ് ആവാനുള്ള മെയിൻ കാരണം ഇവർ രണ്ടുപേരാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേർക്ക് ഒരു പുതിയ പ്ലാൻ ഉണ്ട്. ഒരു പുതിയ കണ്ടന്റ് റെഡിയാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. റീൽസൊക്കെ ചെയ്യണോ, അതിനുള്ള ട്രയൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ഒരു സ്റ്റോറി റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീൽസ് ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു കണ്ടന്റ് റെഡിയാക്ക്. കഥ എങ്ങനെ പോകണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിക്കണമല്ലോ റെഡിയാക്കിയിട്ട് നമുക്ക് ഡയലോഗിനെ എഴുതിയിട്ട് നിങ്ങൾ അഭിനയിപ്പിക്കാം. നല്ല അഭിനയിക്കില്ല, സൂപ്പറായിട്ട്. അത്രേ ഉള്ളൂ. കലപ്പ കിച്ചൺ മുടവൻ മുകളില ചെറിയ ഓർഡറിന് തുടക്കം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു. പോയിട്ടാ പെട്രോൾ അടിക്കണമല്ലോ, അടിച്ചിട്ട് പോകണോ? അടിക്കാൻ പറ്റില്ല, പോകുന്ന വഴിക്ക് പമ്പില്ലല്ലോ. എന്തായാലും ആദ്യം പിക്ക് ചെയ്യാം, ഓർഡർ പിക്ക് ചെയ്തിട്ട് പോയി പെട്രോൾ അടിക്കാം. നീ പറഞ്ഞാ സൊമാറ്റോക്ക്? നീ വന്നാൽ അവള് വരുമോ? ഭംഗി വേണ്ട. ശരി, ഓക്കെ, പോയിട്ടാമേ. പേഴ്സ്, ഫോണ്, ഹെഡ്ഫോണ്, റെയിൻ കോട്ട്, കുടിക്കാനുള്ള ഉള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് സൊമാറ്റോ ബാഗിൽ സൊമാറ്റോ യൂണിഫോമും ഇല്ല. കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ദിവസം പോവാം അല്ലേ. മെയിനായിട്ട് ജോലി കഴിഞ്ഞ് പറഞ്ഞ വഴിക്ക് അപ്പയെ വിളിക്കാൻ പോകണം. അപ്പോൾ ആ സമയത്ത് ബാഗ് വെച്ചിരുന്നാൽ ബാക്കിൽ അപ്പം ഇരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ എടുക്കാത്ത ബാഗ്. യൂണിഫോം ബാഗ് വലിയ ആവശ്യമൊന്നുമില്ല സൊമാറ്റോയ്ക്ക്. പിന്നെ മഴ പെയ്യണമെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. അത്രയ്ക്ക് ഭയങ്കര മഴ പെയ്യണമെങ്കിൽ നേരെ വീട്ടിൽ പോയി ബാഗ് എടുക്കുക, അത്ര തന്നെ. വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അടുത്തായിരിക്കണം, അതാണ് വിഷയം. കറീഷ് പൂച്ചാണ്ടിരിക്കണം. എന്തോന്ന് ഇവിടെ പാമ്പിലും കണ്ടോ നീ? കൊള്ള കാണുമ്പോൾ പടിയായിരുന്നു. ആകാശങ്കലെ പൂച്ചയെ പോലെയാണ്. സത്യം പറഞ്ഞാൽ ആകാശങ്ക സീൻ പറഞ്ഞില്ല. അതിനുശേഷമാണ് ഈ കരിമ്പൂച്ചയെ കാണുമ്പോൾ ഇത്തിരി പേടി. അന്ന് എനിക്ക് മാത്രമല്ല, എല്ലാ 90s കിഡ്സിനും ആ പേടിയുണ്ട് മനസ്സിൽ. പിന്നെ ഇപ്പം കുഴപ്പമില്ല, ശരിയായി. റീച്ചഡ് കലപ്പ കിച്ചൺ. ഇതാണ് നമ്മളുടെ മുടവൻ മുകളിലുള്ള കലപ്പ കിച്ചൺ. ഇത് മുടവൻ മുകളാണ്, തമലാണ്, രണ്ടിൻ്റെ ബോർഡർ എന്ന് പറയാം. റീച്ച് ലൊക്കേഷൻ റെഡി. ബാ, പോയി എടുക്കാം. 7259 ഇത് തന്നെ. ഓക്കെ, 7259 ചില്ലി ചിക്കൻ വിത്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് പിക്ഡ്. വണ്ടി വളച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുരയാണ്. ഇവിടെ കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6:52 ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി പോയി. നേരത്തെ ഇറങ്ങിയതെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് 2 ഓർഡർ കംപ്ലീറ്റ് ആയതിനെ. ശരി, കുഴപ്പമില്ല. ഇനി ബാക്കിയുള്ള 3 മണിക്കൂർ 1 സെക്കൻഡ് പോലും മിസ്സാക്കാതെ ഓടിക്കഴിഞ്ഞാൽ നമുക്കൊരു 7 ഓർഡർ എടുക്കാൻ പറ്റും. ഒരു 700 കൈ വരും. പിന്നെ സർജ് ഉണ്ടെങ്കിൽ വേറെ വിഷയങ്ങളില്ല, ഒരു 1000 അടിച്ച് വരാം. മഴ പെയ്യോ നോക്ക്. ലൈറ്റായിട്ടൊരു കാർമേഘം ഉണ്ട്, പക്ഷേ മഴയ്ക്കുള്ള ചാൻസൊന്നും ഇല്ല. വെളുപ്പാങ്കാലം നല്ല മഴ ഉണ്ടായിരുന്നു, ഒരു 8 മണി വരെ. ഇനി എന്തായാലും അങ്ങോട്ട് ഫുൾ മഴയായിരിക്കും. വെയിലിൻ്റെ കാലം കഴിഞ്ഞ് ഈ ജൂണൊക്കെ ആകുമ്പോൾ അടിച്ച് പെയ്യും. ഓക്കെ, നമ്മൾ തന്നെ പൂജപ്പുര എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. ഇവിടെ അല്ലേ ഉണ്ണി നഗർ എന്ന് പറഞ്ഞത്, ശ്രീ നള്ളത്ത് ഭഗവതി ക്ഷേത്ര ലൈൻ. ഇവിടെ നടത്തി തന്നെ ഒരു 300 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇപ്പോൾ റോഡൊക്കെ ശരിയാക്കണ. എത്ര വർഷങ്ങളായി ഇങ്ങനെ കിടക്കുന്ന റോഡ്. ഞാൻ പണ്ട് കോവിഡ് സമയത്ത് ഇവിടെ കേബിൾ കളക്ഷൻ പോയായിരുന്നു. അപ്പോഴും ഈ റോഡ് ഇങ്ങനെ ആയിരുന്നു. ആ സമയത്ത് ഇടയ്ക്ക് റോഡ് ഇട്ടാണ്, ഇപ്പം പഴയ പോലെ ആയി. അങ്ങനെയാണ് റോഡിൻ്റെ കണ്ടീഷനൊക്കെ. സൂപ്പർ. പുതിയതായിട്ട് ലേണേഴ്സ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി പിടിച്ചാൽ മതി, പെട്ടെന്ന് ക്ലിയർ ആവും. കാരണം ഇടയ്ക്കിടെ കുണ്ടും കുടികളുണ്ട്. 8 ഇട്ടൊക്കെ പോവാം. 8 ഇടാം, 7 ഇടാം. എന്നതാൻ സുഖമോ നെഞ്ചിലിൻ ടൺ ടോടൺ ടൺ ടൺ ടൺ. ഹലോ, സൊമാറ്റോ ആണേ. ഞാൻ അവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു. ഇവിടെ ഹൗസ് നമ്പർ എത്രയാണ്? അവിടെ അല്ലേ ഷർത്തല്ലേ? ഓക്കെ എന്നാൽ ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവേർഡ്. ഞാൻ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ആക്സെപ്റ്റ് ഓർഡർ സുവിശ ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് വഴുതക്കാടിൽ. പെട്രോൾ 110. ഓക്കെ, അങ്ങനെ വണ്ടിക്ക് കൊടുക്കേണ്ട ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത 3 മണിക്കൂർ നമ്മൾ ബൈസിൻ്റെ പെർഫോമൻസ് സൂപ്പർ ആയിരിക്കും അല്ലേ ബൈസൺ? ഓഹോ, ബസ്സിൻ്റെ ഇടയിൽ കൂടെ കയറി ഇവിടെ വന്ന് നിൽക്കാൻ പാടില്ല അങ്ങനെ. പക്ഷെ നമുക്ക് സിഗ്നൽ വീണ് കുഴപ്പമില്ല. ബാക്കി പോവാം. സംഭവം വണ്ടി നിൽക്കേണ്ട കുഴപ്പമില്ല, മൂവ്മെൻ്റ് ആണെങ്കിൽ കയറാൻ പാടില്ല, ഡേഞ്ചറാണ്. ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ്. അങ്ങനെയുണ്ട് പാട്ട്, സൂപ്പർ അല്ലേ? ഇങ്ങനെ കിടക്കിടയ്ക്ക് നമ്മൾ പാട്ടുകൾ അടിച്ചു വിടും. സംഭവം റെഡി ആയി കണ്ട. അതാണ് നമുക്ക് വേണ്ടത്. 6666 ചിക്കൻ റുമാലി ഷവർമ. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ PTB എന്ന് പറയുന്നത്. ഇവിടുന്ന് കറക്റ്റ് 5.9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:10 ആയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. കുറച്ച് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പയ്യെ നമുക്ക് കയറാം. പയ്യെ കയറാം. അത്രേ ഉള്ളൂ. സിമ്പിൾ മാറ്റർ ഓഫ് ദ സംഭവം. ഇതുവഴി കയറി പോയാൽ ബ്ലോക്ക് ആവില്ലെന്ന് വിചാരിച്ചു. ഇവിടെയും ബ്ലോക്ക് തന്നെ. ഇവിടെ തോന്നുന്നു മീൻ വെച്ചിരിക്കുന്നു. ഫ്രഷ് മീനാണല്ലോ. വാങ്ങിച്ചാൽ കൊള്ളായിരുന്നു, സമയമില്ല, പിന്നെ വാങ്ങിക്കാം. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഇത് തന്നെ കസ്റ്റമർ ലൊക്കേഷൻ. ഓക്കെ, ശരി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 84.46 ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. അടുത്ത ഓർഡർ അടിച്ചത് അവിടെ അർബൻ കിച്ചൺ തിരുമലയില്ല. റൈറ്റിലോട്ട് വഴിയില്ല സുധീഷ്. പിന്നെ റൈറ്റ് കാണിച്ചൊരു മാപ്പ് അന്ന് സൈക്കിളിൽ പറഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. ടാപ്പായി പോയിട്ടില്ല. ഇല്ലാത്ത വഴി കാണിച്ച മാപ്പിന് ആദ്യം അടി കൊടുക്കണ്ടേ നമ്മൾ. ഇത് വീടല്ലേ ഇത്? ഇതുവഴി കയറാൻ വഴിയൊന്നുമില്ല. പാടാന്നിട്ട് ഇവിടെ കയറാൻ പറ്റുമോ? ഇതുവഴി പോകാൻ പറ്റുമോ സുധീഷ്? നോക്ക്, ഇതുവഴി ഡെഡ് എൻഡ് ആണെന്ന് തോന്നട്ടെ. കാരണം നമുക്ക് മര്യാദയ്ക്ക് നമ്മൾ അറിയാവുന്ന വഴി കൂടെ പോയ വിഷയമില്ലായിരുന്നു. മാപ്പ് നോക്കി ഷോർട്ട് കട്ട് നോക്കിയതാണ് അവസ്ഥ. നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് വഴി അറിയാം, പക്ഷേ നമ്മൾ അതുവഴി പോകില്ല. നമ്മൾ മാപ്പ് നോക്കി കൺഫ്യൂസ് ആയി എവിടെയെങ്കിലും പോയി ഡെഡ് എൻഡിൽ പോയി നിന്നിട്ട് നമ്മൾ കറക്റ്റ് വഴി കൂടെ പോകുള്ളൂ. അതൊക്കെ ശീലിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഹോ, ബ്ലോക്ക് ആയല്ലോ. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തായാലും കൊണ്ട് കയറണ്ട. അതവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. ഇവിടെ വെയിറ്റ് ചെയ്യാൻ പാ. റെസ്റ്റോറൻറ്റ് എത്തി അടുത്ത് തന്നെ. ഇവരൊന്ന് മാറി തന്നെ കയറി പോകാമായിരുന്നു നമ്മൾ. കറക്റ്റ് നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ ബ്ലോക്ക് ആയിരിക്കണം. നമുക്ക് എന്ത് ചെയ്യും നമ്മളിങ്ങനെ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി എവിടെ സൈഡിൽ ഒതുക്കിയിട്ട് നടന്നു പോയാലോ? ഈ സൈഡിലായിട്ട് ഒതുക്കിയാൽ മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നേരം വെളുക്കും. നടന്നേ പോനേക്കാളും. മൊത്തം ബ്ലോക്കായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ആർക്കും അങ്ങോട്ടോട്ട് പോകാൻ പറ്റില്ല.
വാവ് സൂപ്പർ. ഈ ബ്ലോക്ക് ആവാൻ മെയിൻ റീസൺ എന്താണ്? സംഭവം അവിടെ നിന്ന് ഒരു കാർ ഇങ്ങോട്ട് കയറി വരുന്നത്, അതിന് റീസൺ. ഒരു കാർ റൈറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇത്രയും വണ്ടി നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത്. 4694 ഇത് തന്നെ മിക്സ്ഡ് ഫ്രൈഡ് റൈസ്. കേക്കിട് അങ്ങോട്ട് പോകാൻ വിഷയമില്ല, ഇങ്ങോട്ടാണ് വിഷയം. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? കസ്റ്റമർ ലൊക്കേഷൻ പറ. കസ്റ്റമർ ലൊക്കേഷൻ വന്നിട്ട് അങ്ങോട്ട് തന്നെ പോകണം, കുഴപ്പമില്ല. ഈ കാർ ഇവിടെ പാർക്ക് ചെയ്യട്ടെ, നടന്നു പോയത്. ബൈസൺ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആരെങ്കിലും തട്ടിയാൽ മുട്ടിയാൽ ചെയ്താ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്തിന് ഇവിടെ നിന്ന് 400 മീറ്റർ ദൂരമേ ഉള്ളൂ. നേരെ പോയി റൈറ്റ് പോയാൽ മതി. കുറച്ച് ലോങ് അടിച്ചുകൂടെ? ഇവിടെ രക്ഷപ്പെട്ട് പോകാമായിരുന്നു. പിന്നെ അടുത്തോടെ ഇവിടെ തന്നെ അടിക്കും. പിന്നെ അവിടെയും ബ്ലോക്കായാ. അപ്പോൾ ഈ റൈറ്റ് കയറിയില്ല. ഇവിടെ കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. പ്രതീക്ഷ റൂട്ട് മാറ്റി പിടിക്കാം, അതാ ശരിയാവും. ഇവിടെ റൂട്ട് വേറെ ഉണ്ട്, വിഷയങ്ങളൊന്നുമില്ല. അതൊക്കെ സെറ്റാക്കാം. നമ്മളാരല്ലേ അല്ലേ ബൈസൺ? ഇവിടെ ഓർഡർ ചെയ്താ? ഓക്കെ ശരി. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ട് തറവാട്ടിൽ തനിമ റെസ്റ്റോറൻറ്റ് പൂജപ്പുരയാണ് പോകേണ്ടത്. പൂജപ്പുര പോകണമെങ്കിൽ ഇതാ കണ്ടല്ലോ, ബ്ലോക്കാണ് ഫുള്ളും. ഇങ്ങനെ പോയി ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരം വെളുക്കും. സംഭവം നമുക്ക് കറങ്ങി അതുവഴി പോയി കഴിഞ്ഞാൽ എത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതുവഴി പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. മറ്റത് ഒരുപാട് ദൂരമല്ലേ, അതുകൊണ്ട് വിഷയമാണ്. ഇവിടെ നിന്ന് നമുക്ക് കയറാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോകണോ കറങ്ങി പോകണോ? എന്ത് ചെയ്യാൻ? കറങ്ങി പോകാല്ലേ അതാണ് നല്ലത്. എന്തിനാവശ്യമില്ലാതെ പെട്ട് പോകണത്? വേറെ റൂട്ടില്ല കൃഷി, ഇതൊന്നേ ഉള്ളൂ നമുക്ക്. സംഭവം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് കൺഫ്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ലൂസ് മോഷൻ. ഒരു കോമഡിയിൽ വിവേക് പറയാൻ ഡയലോഗാണ്. മറ്റേ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താലും ബ്ലോക്ക് ആവും. അങ്ങനെയാണെങ്കിൽ പൂജപ്പുര പോകാൻ പാടാണ്. തിരുമല കംപ്ലീറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇതുവഴി പോയാലും തിരുമല പോയിട്ട് തന്നെ പോകണം നമ്മൾ. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? ഇതുവഴി ട്രൈ ചെയ്ത് നോക്കിയല്ലോ ഒന്ന്. ഇതുവഴി കയറി മറ്റേ ജ്യോതിയാർ വഴി കയറി ആലപ്പുറം കയറി, ആലപ്പുറത്ത് നമ്മൾ നേരെ മറ്റേ വിജയമോഹൻ മില്ല് കയറി, വിജയമോഹൻ മില്ല് വഴി പൂജപ്പുര കയറി പോകാൻ പറ്റുമോ? സംഭവം കണ്ട ചുവന്ന മാർക്ക് ഫുൾ ബ്ലോക്കാണ്. ഇതുവഴി മോളിൽ കയറി ഇതുവഴി തന്നെ. ഈ ഭാഗത്ത് ഞാൻ പണ്ട് കേബിൾ കളക്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് റൂട്ടൊക്കെ കാണാതെ അറിയാം. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. മങ്കാട്ടോട് പോകുന്ന റോഡാണിത് തിരുമലയിൽ നിന്ന്. ഇവിടെ ലെഫ്റ്റ് റൂട്ടുണ്ട്, അത് പിടിച്ച് പോയാൽ മതി. എവിടെ ഇതല്ലേ? ഓ മൈ ഗോഡ്, കയറാൻ പറ്റൂല. ഓ ഷിറ്റ്, രാമേന്ദ്രയിൽ പോകാൻ വഴിയുണ്ടല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാൻ വഴിയില്ല. ട്രാഫിക് ബ്ലോക്കിൽ തന്നെ പോകണമല്ലേ, നമുക്ക് വേറെ വഴി നിവർത്തിയില്ല. ഉദ്ദേശം നോക്ക്. വാജി 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 എൻ ജീവൻ ശിവാജി. സംഭവം വേറെ നോക്കിയിട്ട് വഴിയൊന്നുമില്ല, നമുക്ക് ട്രാഫിക് ബ്ലോക്കിൽ കയറി തന്നെ പോവാം. നമുക്ക് എന്താ ചെറിയ ഗ്യാപ്പ് കിട്ടും, അതുവഴി കയറി മുന്നോട്ട് പോകാം. സംഭവം ജീവിതം എങ്ങനെയാണ്, കുറേ കഷ്ടപ്പെടാകത്ത് കാണും. നമ്മൾ അതിനകത്ത് ചെറിയ കിട്ടുന്ന ഗ്യാപ്പിൽ കയറി രക്ഷപ്പെടാൻ നോക്കണം. അതാണ് ചാൻസ് എന്ന് പറയുന്നത്. ആ ചാൻസ് കറക്റ്റ് യൂസ് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് മാറും. അപ്പോൾ എന്തൊരു ബ്ലോക്ക് ഇത്. ഒരു 15 മിനിറ്റ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് 5 കിലോമീറ്റർ സ്പീഡിൽ. ഇപ്പോൾ കുറച്ച് തണുത്ത കാറ്റടിച്ചപ്പോൾ എന്ത് സുഖം ഉണ്ടാ, അടിപൊളിയാക്കണം. ആഹാ നമ്മളിങ്ങനെ തറവാട്ടിൽ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം, കയറി പൊയ്ക്കോട്ടെ. വെയിറ്റ് ചെയ്യില്ല അല്ലേ? ശരി, കുഴപ്പമില്ല, ഞാൻ പയ്യെ പൊയ്ക്കോളാം. ഓക്കെ റെഡി ആയില്ല ഇത്ര നേരമായിട്ട്. പക്ഷേ ഓക്കെ റെഡിയായി. 3539 ചിക്കൻ ചില്ലി ചിക്കൻ വിത്ത് 6 പൊറോട്ട, ചിക്കൻ കിഴി പൊറോട്ട ബേക്ക്ഡ്. വണ്ടി ലുക്കല്ലേ വയസ്സാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒരുപാട് കണ്ണു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല, ഇനിയും കുഴപ്പം വരില്ല. ഓട്ടിക്കണ ആര്? അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുടവൻ മോൾ ഡെസ്റ്റിനേഷൻ ആണ്. കറക്റ്റ് 1.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പം 8 മണിയായി. 10 ഓർഡറിന് ഇൻസെൻറ്റീവ് 200 രൂപയാണ്. ഓർഡറിന് 400 വരും. എല്ലാം കൂടെ 600 കൈ കെട്ടി കഴിഞ്ഞാൽ സന്തോഷം. ആണ് ഡീസൻറ്റ് ജംഗ്ഷൻ. ഡീസൻ്റായ ജംഗ്ഷനാണ്. ഇത് ഇങ്ങോട്ട് വഴിയില്ലേ? ഓ മൈ ഗോഡ് നമ്മൾ പോകുന്ന ഏരിയ എല്ലാം അങ്ങനെയാണല്ലോ. ബൈക്ക് പോകാൻ പയ്യെ പറ്റൂല്ലേ? വേണമെങ്കിൽ ബൈക്ക് പയ്യെ പോവും കുഴപ്പമില്ലാതെ, പക്ഷെ പണിയാവും. പയ്യെ പോയി നോക്കാം. പയ്യെ പോകാൻ പറ്റും തോന്നുന്നു. ബൈക്കൊക്കെ വലിയ വിഷയമില്ലാതെ പറ്റും. അത്രേ ഉള്ളൂ. പോട്ടെ അത്രേ ഉള്ളൂ. സുധീഷേ പൈസ സൂപ്പർ കേട്ടാ, അടിപൊളി. വണ്ടികളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നണം കേട്ടാ. പോയിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ അല്ലേ? ഇവിടെ ബൈക്ക് പോലും കുഴപ്പമില്ലല്ലോ. ഓക്കെ ഇതുവഴി പയ്യെ പോവാം. ശരി, ഓക്കെ. ഗേറ്റ് തുറക്കാൻ പറ്റുമോ? വേണ്ടല്ലേ? പട്ടിയുണ്ടോ? ഓക്കെ വേണ്ട. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ശരി, പോന്നാ. അവിടെ നിന്നെതിരെ വണ്ടി പറഞ്ഞു. കൊഞ്ചം നവുന്തേന പയ്യെ കയറി പോവേൻ. ഓക്കെ ഇനി വിഷയമില്ല. ഇവിടെ നിന്ന് പയ്യെ ബാക്ക് എടുക്കാം. ശരിയില്ലാണ്ട് അത്രേ ഉള്ളൂ. സിമ്പിൾ മാറ്റർ. പ്രത്യേകം പറഞ്ഞ് നടുക്കൂടെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ സിമ്മൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി പൂന്തി പോകും. ആൾ നടന്ന് പറഞ്ഞാൽ ശരി, വാ പയ്യെ ഇറങ്ങാം. ലൈറ്റ് ഇറങ്ങിയാൽ കുഴപ്പമില്ല. ഇതല്ല, ഇതിൻ്റെ അപ്പുറം കടന്നവനാണ് ഈ കേക്ക്. അടുത്ത ഓർഡറിൽ അടിച്ചാൽ നോക്ക്, സൗണ്ടൊന്നും കേൾക്കണില്ല. സെൽഫി വേറെ ഈ ഇടയൊക്കെയാൽ. വണ്ടി ഓടിക്കുന്ന വലിയ വിഷയം. വാ ദ ടാസ്ക് ഈസ് കംപ്ലീറ്റഡ്. ഓടാ, ഇവിടെ ഓർഡർ ഉണ്ടായിരുന്നു. വഴി മോശമല്ലേ? ഓക്കെ വീടെവിടെ? വീട് ആണാ? ശരി, ഓക്കെ.
അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ഇറാനി റെസ്റ്റോറൻറ്റ് കരമന. അങ്ങോട്ടൊക്കെ പോട്ട് ചുമ്മാ പൂജപ്പുര മുടറുമ്പോൾ കറങ്ങി മടുത്തു പോയി. സ്വന്തമായിരിക്കണം കറങ്ങി ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ലോങ് പോകണം. വാ ഇതാണ് ബോർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ലോങ് ഓർഡർ 212 രൂപയാണ് മൊത്തം പേയ്മെൻറ്റ് കാണിക്കുന്നത്, 2 ഓർഡർ ചേർത്ത് പ്ലസ് 40 രൂപ ഇൻസെൻറ്റീവ്. എല്ലാം കൂടെ എങ്ങനെ പോയാലും ഒരു 260 250 രൂപ കിട്ടും. മതി ഇത് മതി ഇന്നത്തേക്കുള്ളതായി. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല അല്ലേ 2 ഓർഡർ. പക്ഷേ എൻ്റെ വന്നിട്ടൊരു 10 മിനിറ്റ് മുകളിലായി. എന്ത് മഴ വീണോ, വലിയ തുള്ളികളാണ് മഴ വീണത്. മിക്കവാറും മഴ വറക്കാൻ ചാൻസ് ഉണ്ട്. 1 മിനിറ്റ് കറിപ്പിക്കോട്ട്. വെയിറ്റ് ചോദിച്ചു നോക്കാം. ഭയങ്കര തിരക്കാണല്ലോ, അതാണ് താമസിക്കണം അല്ലേ. റെഡി ആയില്ല, റെഡി ഒന്നുമില്ല, സമയമായി. പക്ഷേ എൻ്റെ അമ്മോ ഒടുക്കത്തെ ഡിലേ ആണെന്ന് തോന്നല്ലോ. ഇവിടെ നേരം വെളുക്കും. ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഓർഡർ എടുത്താലോ, അതാണ് നല്ലത്. ഓക്കെ, അങ്ങനെ ഒരു ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. ലോങ് ഓർഡറാണ്. ഇനി ഒരു ചെറിയ ഓർഡറുണ്ട്, ഷവർമ റോൾ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ പോവാം. നല്ല മഴ പുറത്ത് കേട്ടോ, ഒരു രക്ഷയില്ല. എടുത്ത് അടിച്ചു കൊടുത്താൽ അത് ഒരുപാട് സമയം കേട്ടോ. അയ്യോ, നേരത്തെ അവിടെ നിന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷേ വെറുതെ അവിടെ കുത്തിയിരുന്നു 1/2 മണിക്കൂർ. ഓക്കെ, അങ്ങനെ 2 ഓർഡറും കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ പോയേട്ടാ എൻ്റെ. അപ്പോൾ മഴയും പോയി. നമുക്ക് മഴയ്ക്ക് രാശിയില്ല കേട്ടാ. നമ്മൾ ഇറങ്ങുമ്പോൾ മഴ നിൽക്കും, അതാണ്. ബൈസൺ നീ നനഞ്ഞല്ലേ? ഞാൻ നനഞ്ഞില്ല, സേഫായിട്ടിരുന്ന്. ശരി വാ, കുഴപ്പമില്ല. 200 രൂപയ്ക്കുള്ള ഓർഡർ കളയാൻ മനസ്സില്ല, അതിൽ ടിപ്പും ഉണ്ടായിരുന്നു. ശരി വാ, ഒരുപാട് ലേറ്റായി പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പാപ്പനംകോട് സത്യനഗരമാണ്. ഇവിടുന്ന് കറക്റ്റ് 3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:57 ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചിൽഡ് കൂളിംഗ് ആയിരിക്കണം, സൂപ്പർ. ഫ്രിഡ്ജിനകത്ത് കയറി 200 വയ്ക്കണം. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ വെയിലായിരുന്നു. ഈ മെയിലാണ് കുറച്ച് മഴ കണ്ടത്. ഇപ്പോഴും ലൈറ്റ് എടുത്ത് മഴ പൊടിയാണ്. പക്ഷേ ഈ മഴയ്ക്ക് നമ്മൾ റെയിൻകോട്ട് ഇടേണ്ട ആവശ്യമില്ല. നല്ലൊന്ന് പെയ്യിട്ട് ഉറച്ച് പെയ്യിട്ട് അപ്പോൾ ഇടാം. അതുവരെ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാം സുഖമായിട്ട്. കുറ്റാലത്ത് കുളിച്ചു പോലിക്കണം കേട്ടോ തെങ്കാശിയിൽ. വാ, എത്ര ദിവസമായില്ലേ ഈ ഒരു ക്ലൈമറ്റ് കണ്ടിട്ട്. സംഭവം അങ്ങോട്ട് പോകുന്ന തോറും ഇത്തിരി മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിറ്റി വിട്ട് കുറച്ച് ഔട്ടർ ഏരിയയിലേക്ക് നല്ല മഴയാണ് കേട്ടോ. വാ റോഡ് കുറച്ച് മോശമാണ്. നടുക്കൂടെ പോകണ്ട, സൈഡിൽ കൂടെ പോകാം. ഇവിടെ പോയാലും കുഴി തന്നെ. ഇവിടെ കുഴി എന്നുള്ളത് അറിഞ്ഞൂടാ. പയ്യെ പോകണം അങ്ങനെ. വലിയ കുഴപ്പമില്ല. വിഷയമില്ല. അയ്യോ, വെള്ളപ്പൊക്കം ആണല്ലോ അങ്ങോട്ട് ഫുള്ളായിട്ട്. മൈ ഗോഡ്. പയ്യെ ഇറങ്ങും, ദിശയായ വീണുകളിൽ വെള്ളത്തിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. നാളിൽ നിന്ന് വെള്ളം. ഇത് അണ്ടർപാസ്സാണ്, മുകളിൽ ട്രെയിനാണ് പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ പോകണില്ല, റെയിൽവേ ട്രാക്കാണ്. ഉപ്പ് തണ്ണീരിൽ മേഘം ഉற்பത്തിയാനാലും മേഘത്തിൽ വരും മഴയിൽ ഉപ്പ് ടേസ്റ്റ് ഇല്ലയടാ. ആൾമോസ്റ്റ് റീച്ച് ലൊക്കേഷൻ. അവിടെയാണോ? ആരെ വിളിച്ചില്ല എന്നെ തോന്നിയായിരിക്കും. K15 ഹൗസ് നമ്പർ എവിടെ നോക്ക്. എവിടെയാണ് K15? എണ്ണ പെട്ടെന്ന് വെളി ഇറങ്ങി വാ എണ്ണ. K15 എവിടെ വരും? K15 ഇവിടെ തന്നെ ഈ ലൊക്കേഷൻ. സൊമാറ്റോയാണ്. ഇവിടെ എത്തിയ ലൊക്കേഷൻ എത്തിയായിരുന്നു. അവിടെയാണോ? ഓക്കെ, ശരി പോരാ. എവിടെയാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്? ഇപ്പോൾ എവിടെയാണ്? ഇതിൻ്റെ അകത്തന്നല്ലോ. നോക്കി പോകണം. പടി ചേർക്കി വീടുകളതിൽ. ഇവിടെ അല്ലേ? ഓക്കെ കണ്ടായോ? താങ്ക് യു. ശരി എന്നാൽ. എന്തായാലും കുഴപ്പമില്ല. സർജ് എന്തായാലും ആടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സർജൻ ടിപ്പ് ഇൻസെൻറ്റീവിലാണ് ചേർത്ത് കിട്ടും ഈ 2 ഓർഡറിന്. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് പേടാണ്. ഇവിടുന്ന് കറക്റ്റ് 12 കിലോമീറ്റർ ദൂരമുണ്ട്. സംഭവം ലോങ് ഓർഡർ പേടാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു മറ്റേ പള്ളിച്ചല്ലോ പ്രാവശ്യമ്പലോ ആയിരിക്കും. ശരി, കുഴപ്പമില്ല. അവിടെ പോയിട്ട് നമ്മൾ തിരുമല തന്നെ പറഞ്ഞല്ലേ തിരിച്ച്. തിരുമല വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവൂലേ? ഇനി ബ്ലോക്ക് കാണൂല. മണി 10 ആവാറായില്ലേ. ഇവിടെ അതൊരു കോൽ ഉത്സവം കേട്ടോ. കൊള്ളാം, നല്ല വൈബായിരിക്കണം. മൃദംഗം വായിക്കണം കേട്ടോ. സംഗീതം അതൊരു മഹാസാഗരമാണ്. അത് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്നും ആയില്ല, പോയില്ല. അത്ര എന്തിനു പോകണമെന്ന് ആവശ്യമില്ലാത്ത നമുക്കതൊന്നും വർക്കൗട്ട് ആവൂല. സംഭവം നമുക്ക് പറ്റിയ പണി ഇതാണ്. നല്ല ബൈക്ക് റൈഡും ചെയ്ത് വ്ളോഗും ചെയ്ത് യൂട്യൂബറായിട്ട് നടന്നാൽ മതി അല്ലേ? സുഖ ജീവിതം, അടിപൊളിയായിരിക്കണം. ഇതിനപ്പുറം എന്ത് വേണം ഒരു മനുഷ്യന്? സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം എന്താ പറയാമോ? ഇഷ്ടപ്പെട്ട ജോലി. ആ ജോലി അവന് കെട്ടിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കര സ്വതന്ത്രനാണ്. ജോലി മാത്രം പോരാ, അതിൽ നിന്ന് വരുമാനം കൂടെ വേണം. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലി, നല്ലൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവൻ മാത്രമാണ്. ഇതാണ് പേയാട് ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. പേയാട് ഭാഗത്ത് ആരെങ്കിലും നമ്മൾ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. യൂട്ടേൺ ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അമ്മ, ഇത് ഭയങ്കര യൂട്ടേൺ ആയി പോയിട്ടാ. മറ്റേ ഹെയർപിൻ ബെൻഡ് പോലെയൊക്കെയാണ് ഇത്. ഇങ്ങോട്ട് പോകണത് ഈ വഴി കയറണ്ടായിരുന്നു. നല്ല കാര്യമുണ്ടോ? നമുക്ക് അതൊരു കറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ശരിപ്പാ, കയറിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. വഴി കൊള്ളാമെന്ന് നോക്ക്. വഴി കൊള്ളാം, ഒരുമാതിരി വയല് പോലെ കാണുന്നു. മഴ സമയം കൂടിയാണ്. വല്ല തോട്ടിൽ വല്ല വീണ് കഴിഞ്ഞാൽ ശശിയുടെ കടയിലെ കൊഴിക്കട്ട പോലെ നിന്റെ 2 കവൾ കാണാൻ ലുക്കുണ്ടല്ലോ. ഇങ്ങനെയല്ലേ പാട്ട്. വരി എഴുതണില്ലേ? അവന് കുറച്ച് ബുദ്ധി വേണ്ട. ഇങ്ങനെയൊക്കെ എഴുതിയ ആൾക്കാർ കേൾക്കോ? ശരി, എഴുതിയത് പോട്ടെ. ആ പാടുന്ന ആളെങ്കിൽ കറക്റ്റ് ആ വോയിസിൽ പാടിയാൽ മതിയായിരുന്നു. അതും ഇല്ല, കോളം ആക്കി വെച്ചേക്കുന്നു.
നമുക്ക് വരുമ്പോഴേ വേറെ വഴി കൂടെ വരാട്ടത് ശരിയല്ല, വഴി ഇത്ര പോരാ, ഒരുമാതിരി നെഗറ്റീവ് ഫീൽ അടിക്കുന്ന ലൈറ്റായിട്ട് ചില സമയത്ത് തോന്നും നമുക്ക് നെഗറ്റീവായിട്ട്. അപ്പോൾ പട്ടി കെട്ടിട്ടിക്ക് തന്നെ. ഓ കരിങ്കുറ്റി ഇരുട്ടാക്കണല്ലോ. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ. ഇവിടെയല്ലേ? ഓക്കെ ഓക്കെ ശരി, കൊള്ളാം. കണ്ടാ പേയ്മെൻറ്റ് ഉണ്ടാ ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 300 രൂപ ഓർഡർ ആണെങ്കിൽ പ്ലസ് 40 രൂപ ഇൻസെൻറ്റീവ്, മൊത്തം 340 രൂപ. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ഓർഡറിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്താണ് സംഭവം. ഇതിപ്പോൾ നമ്മൾ ഇതുവഴി പോകാൻ വഴി അറിയാമോ? പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ പാടിന് ഒരു മിനിറ്റ്, എനിക്ക് ഈ വഴി അറിയാം, പക്ഷേയാണ് പ്രശ്നം. പക്ഷേ മാപ്പ് നോക്ക്. നേരെ പോയാൽ മതി, ഹൈവേ എത്തും. ശശിയുടെ കടയിലേക്ക് ഇവിടെ തന്നെ, ഇവിടെ. ഓക്കെ, ഇതിന് ഇവിടെ നിന്ന് റൈറ്റ് കയറി അങ്ങ് നേരെ പോയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. തിരുമല അർബൻ കിച്ചണിലാണ്. അക്സെപ്റ്റ്. സർജൊക്കെ ഓഫായ, മഴയൊന്നുമില്ലേ? സംഭവം മഴയില്ലെങ്കിൽ റോഡിൽ മഴവെള്ളമുണ്ട്, അതൊക്കെ ദേഹത്ത് തെറിക്കുകയാണ്, അതിന് സർജ് ചെയ്യാത്തത്. അർബൻ കിച്ചൺ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ വെച്ചാൽ കുഴപ്പമുണ്ടാ? ഇവിടെ നോ പാർക്കിംഗ് ഏരിയ പോലെയാണ്. പക്ഷേ അപ്പുറത്തേക്കാകുമ്പോൾ ഇവിടെ ആകുമ്പോൾ സേഫ് ആയിട്ടിരിക്കുമല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ. ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോവാം. 6920 അതിന് ബട്ടർ ചിക്കൻ മസാല ചിക്കൻ ഫ്രൈ പൊറോട്ട പിക്ഡ്. സംഭവം നല്ല വിശപ്പ് തുടങ്ങി. അത് മഴയും കൂടെ ആയപ്പോഴേ തണുപ്പുകൊണ്ട് വിശപ്പിന് ഇളക്കി വിട്ടുകളാണ്. ലൈറ്റായിട്ട് മഴ വേണമല്ലോ. സർജ് എന്തിനും ഓഫ് ചെയ്യണം ആവശ്യമില്ല. അത് മോണ കിടക്കട്ടെ 10 മണി വരെ. പേര് വന്നില്ല? നിശാന്ത്. അപ്പോൾ നിശാന്ത് ഒരു LAPG കൊടുത്തുതരാം നമ്മൾ ആൾക്കാർ ചേർന്ന്. ഓക്കെ, ബ്രോയുടെ ഫേസ് കണ്ടില്ല, കുഴപ്പമില്ല, ഇത്ര കാണാൻ പറ്റി. ലുക്കാണല്ലോ അടിപൊളി, താളിയൊക്കെ വെച്ച്. ഓക്കെ ബ്രോ, കാണാം. അപ്പം ബൈ, താങ്ക് യു കേട്ടോ. അങ്ങനെ മനസ്സിലായല്ലേ? ഓക്കെ ബ്രോ. വണ്ടി എങ്ങനെ ഉണ്ട്? പൾസർ കൊള്ളാമല്ലേ? ഞാൻ നോക്കിയതുപോലെ വണ്ടിയൊക്കെ. എന്താ ബ്രോ? 6 കൊല്ലമായി. നല്ല കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയാൽ കുഴപ്പമില്ല അല്ലേ? ഇത് വലിയ കുഴപ്പമില്ല, മൈലേജും കൂടുതലുണ്ട്, വെയിറ്റും കുറവാണ്. ബൈസൺ വേറെ കറിയല്ലേ? ആണല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. കാണാം ഓട്ടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ലൈഫ് അടിച്ച് പൊളിക്കണം. ഓക്കെ ബ്രോ. കണ്ടോ, നമ്മളാൾക്കാർ എല്ലായിടത്തും ഉണ്ട്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ്, സ്നേഹം കൊണ്ട് ഇങ്ങനെ. മണി ഇപ്പോൾ കറക്റ്റ് 10 മണിയായി. ഇത് ലാസ്റ്റ് ഓർഡറാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളക്കടവ്. ഇവിടെ നിന്ന് 7.2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ ലൈറ്റ് അടുത്ത് മഴ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഹെവി മഴയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സൊമാറ്റോ ആപ്പിനകത്ത് റെയിൻ സർച്ച് ഇപ്പോൾ ഓഫായി കിടക്കുകയാണ്. ഞാൻ ഓണാക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം, ഓണായി കൊള്ളായിരുന്നു. നമുക്ക് നേരെ ഈ ഓർഡർ കൊടുത്ത് നേരെ അപ്പയെ വിളിക്കാൻ പോകണം. സംഭവം എൻ്റെ അച്ഛൻ രാവിലെ 5 മണിക്ക് ഹോസ്പിറ്റലിൽ പോയി, അങ്കമാലിയിൽ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയാണ് സർജറി ചെയ്തത്. അപ്പോൾ എല്ലാ ഫോളോ അപ്പും കാര്യങ്ങളും അവിടെയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വൈകിട്ട് ട്രെയിൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര ആയെന്ന് പറഞ്ഞത്, വർക്കലെത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ 10-10:30 ആകുമ്പോൾ എത്തുമായിരിക്കും. കറക്റ്റായിരിക്കും. ഈ ഓർഡർ കൊടുത്തിരുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് തീരും. ഓക്കെ. അതെന്തോ പ്രശ്നമാണ്, ഡോഗേഷൻ എന്താണ് പ്രശ്നം? ചുമ്മാ കിടന്ന് കുറയ്ക്കാതെ പേടിപ്പിക്കാതെ. നമ്മളങ്ങനെ വെള്ളക്കടവ് പാലെത്തിയിട്ടുണ്ട്. നല്ല മഞ്ഞിട്ട് അവിടെ, തണുപ്പ് രക്ഷയില്ല, അടിപൊളിയായിരിക്കും. AC കാറ്റ് തോറ്റ് പോട്ടാ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാര്യങ്ങളുണ്ട്, പൊളിയല്ലേ? സത്യം പറഞ്ഞ പ്രവാസി മലയാളികൾക്ക് നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒരു ഹരമാണല്ലോ അവർക്ക് ഇവിടുത്തെ കേരളത്തിൻ്റെ മഴയും റോഡും ഇതൊക്കെ ഇവിടുത്തെ കാര്യമൊക്കെ അറിയുമ്പോഴേ അവർക്കൊരു സന്തോഷമാണ്. പട്ടി കൊന്നി പറഞ്ഞു. എന്ത് പ്രശ്നമുണ്ട്? കാല് ഓടിച്ചല്ലേ, കുഴപ്പമൊന്നുമില്ല കാല്. പിന്നെ എന്ത്? ഓക്കെ, ഒരു ടീം തന്നെ പറഞ്ഞല്ലോ അവിടെ നിന്ന്. സുധീഷ സ്ഥലം വിട് പെട്ടെന്ന് പോകാൻ നോക്കി. നമ്മളെ എന്തായാലും ഓട്ടിക്കും, കയ്യിൽ ഫുഡുണ്ട്. എന്നാൽ ഞാൻ പാവമാണതിന് ഓട്ടിക്കില്ല, ആവശ്യമില്ല. അതൊക്കെ കേട്ടല്ലോ. ഓക്കെ, ഓടിച്ചൊന്നുമില്ല. മെയിനായിട്ട് സൊമാറ്റോ ബാഗ് ഉണ്ടെങ്കിലും വിഷയം. സൊമാറ്റോ ബാഗും സൊമാറ്റോ യൂണിഫോം ഉണ്ടെങ്കിൽ പട്ടി ഉറപ്പായിട്ട് ഓട്ടിക്കും. അത് നമ്മുടെ ആ കളർ കാണുമ്പോൾ അതിന് അലർജിയാണെന്നോ. നല്ല വെളിച്ചല്ലേ ഇവിടെ ലൈറ്റ് നോക്ക്. അടിപൊളി കിടിലൻ ലാമ്പല്ലേ ഇവിടെ. ഇതുപോലത്തെ ലാമ്പ് വെക്കണം എല്ലാ സ്ട്രീറ്റിലും. ഇതുപോലത്തെ ലൈറ്റിനുണ്ടെങ്കിൽ രാത്രി ഷോർട്ട് ഫിലിം എടുക്കാം ഇവിടെയൊക്കെ വന്ന്. പൂച്ചാണ്ടി സുഖമാണോ? ക്യൂട്ടായിരുന്നല്ലേ? അടിപൊളി പൂച്ച കേട്ടോ, സൂപ്പറായിരുന്നു. നല്ല ജടയാക്കും. സംഭവം പട്ടിയേക്കാൾ പൂച്ചയാണ് ക്യൂട്ട്, പക്ഷേ പട്ടിക്കാണ് സ്നേഹം കൂടുതൽ നമ്മുടെ അടുത്ത്. പൂച്ച സെൽഫിഷ് പോലെയാണ്. ഓക്കെ, ലൊക്കേഷൻ എത്താറ് ഇവിടെ നിന്ന് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. ഈ ഓർഡർ കൊടുത്ത ഉടനെ സ്ഥലം വിട്ടേക്കണം, പറന്ന് പോകണം. അടുത്ത മഴ എന്തായാലും ഉണ്ട്. അപ്പോൾ വിളിക്കണം. എത്തിക്കാണ് കേട്ടോ തമ്പാനൂരിൽ. അപ്പോൾ എത്തിയാ? ഞാൻ അപ്പോൾ വരും, കറക്റ്റായിരിക്കും. ഓക്കെ ശരി എന്നാൽ. ഇവിടെ ഓർഡർ സൊമാറ്റോ. ഓക്കെ എന്നാൽ ശരി. ഓക്കെ, ലാസ്റ്റ് ഓർഡർ ഡെലിവേർഡ്. പോകാം വീട്ടിൽ. അടുത്ത കോൾ വരണം. ശരി, പറയണം. ഹലോ. അങ്ങനെ കൂടുതൽ ഓർഡറുകൾ എടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ ഓർഡറുകൾ കാഫി കൂടുതലുണ്ട്. ഓർഡർ കൂടുതലുണ്ടോ? ഇൻസെന്റീവ് ഇല്ല, സർജ് ഇല്ല. ഞാൻ എന്തിനും ഓർഡർ എടുക്കണം? ഇപ്പോൾ ഓർഡറുകൾ കൂടുതലുണ്ട്. മെയ് 15-ന് ഇപ്പോൾ ഓർഡറുകൾ കമ്പ്യൂട്ടർ 15-ന് രാത്രി 11 മണിക്ക് മുമ്പ് 2 ഓർഡറുകൾ കൂടി കംപ്ലീറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും 150 രൂപ വരെ നേടാം. ഇപ്പം കൊടുത്ത ഓർഡറിന് ഇൻസെന്റീവ് ഇല്ല, സർജ് ഇല്ല. ഇനി അടുത്ത ഓർഡർ എടുത്തൊരു കാര്യമുണ്ടോ? എന്തോ ആപ്പിൽ എറർ ഉണ്ട്. ആദ്യം ശരിയാക്കിയിട്ട് നമുക്ക് ബാക്കി വർക്ക് ചെയ്താൽ പോരെ? ആപ്പിലെ എറർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ഈ ഓഫർ നേടാൻ അങ്ങ് തയ്യാറാണെങ്കിൽ
ഈ കോളിന് ശേഷം ഫ്രീ ഗിഗ് ഓട്ടോമാറ്റിക്കലി ബുക്ക് ആകും. അപ്പോൾ തന്നെ ഓൺലൈനിൽ വന്ന് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ 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 കട്ട് ചെയ്ത്. ഓ സംഭവം AI വോയിസ് ആണ് കേട്ടോ. സംഭവം നമ്മൾ പറഞ്ഞ കേൾക്കണപ്പോൾ കൊള്ളാലോ. നമ്മൾ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അതനുസരിച്ച് റിപ്ലൈ തരണം. എന്തായാലും ഇപ്പം കസ്റ്റമർക്കാരന് ആവശ്യമില്ലല്ലേ, എല്ലാം AI ആക്കി ഇപ്പം. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ എന്ത് ജോലി ചെയ്ത് എങ്ങനെ ജീവിക്കും മനസ്സിലാവുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ സംഭവം AI ഡെവലപ്പർ കൂടുന്തോറും നമുക്ക് പണിയാണ്. ഫുഡ് ഡെലിവറിയൊക്കെ മറ്റേ ഹെലിക്യാം അല്ല ഡ്രോൺ യൂസ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ പറ്റും. അതിനൊരു വിഷയമുണ്ട്, ഡ്രോൺ പറപ്പിക്കാൻ നമ്മൾ പഠിച്ചാൽ മതി, എങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഡെലിവറി ചെയ്യാം. ഇപ്പോൾ AI കാരണം കുറേ പേര് ജോലി പോകും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ AI കൂടെ അപ്ഡേറ്റ് ആയി പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ജോലി എവിടെയായാലും കിട്ടും. ശരി ഓക്കെ, നേരെ വീട്ടിൽ പോകുന്ന, വീട്ടിലല്ല നേരെ തമ്പാനൂരിൽ പോകണം. അവിടെ പോയിട്ട് അപ്പയെ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. ഓക്കെ കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഇത് മഞ്ഞാണോ പുകയാണോ ഇത് പ്രേതമാണോ? എൻ്റെ അമ്മോ ഭയങ്കരമാണല്ലോ കാണാൻ. ഇവളുടെ പടത്തിൽ കാണുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് പുക പറഞ്ഞത്? തീ പിടിച്ച എവിടെയെങ്കിലും ആരെ വീട്ടിൽ പുക കയറണം. പെട്രോൾ ആഹാ, പെട്രോൾ അടിക്കാൻ തിരക്കാണല്ലോ. 1 ലിറ്റർ 120 അല്ലേ? ഓക്കെ 1 ലിറ്റർ. മറ്റേ തീന്നാ സാധാ പെട്രോള്? ഓ ലോഡായിക്കൊണ്ടിരിക്കണ. ഓക്കെ ഓക്കെ അടച്ചിട്ടുണ്ടേ. അപ്പോൾ പ്രീമിയം പെട്രോൾ ആകുമ്പോൾ കുറച്ച് മൈലേജ് കൂടുതൽ ഇടുന്നതാണ് പറയണത്. നമ്മളങ്ങനെ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. അപ്പയെ വിളിക്കാൻ എവിടെയാണ് പോകേണ്ടത്? അകത്തോട്ട് കയറാൻ പറ്റുമോ? സുധീഷ നോക്കുന്ന പയ്യെ അകത്ത് കയറാനുള്ള വഴിയുണ്ട്. കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നിൽക്കണം നോക്കാം ആദ്യം. അതുവഴി കയറണ്ട, അവിടെ ബ്ലോക്കല്ലേ, അതുവഴി കയറണ്ട. അതുവഴി പോകാം. വെയിറ്റ് എന്നാ ഇങ്ങോട്ട് വണ്ടി തിരിച്ച് ഇതുവഴി പോകാം. ഇതാണ് ബെസ്റ്റ് വഴി. രാവിലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല, അവിടെ വരാൻ പറഞ്ഞ്. ഇവിടെ തന്നെ കൂടെ നേരെ പിടി നാനേയും നേരെ നിൽക്കില്ല കൂടെ. ഓക്കെ അപ്പോൾ നേരെ വീട്ടിൽ പോകുന്ന അത്ര തന്നെ ജോലി കഴിഞ്ഞ് നിർത്താം. ഇനി പോകുന്ന വഴിക്ക് സാധനം മാത്രം വാങ്ങിച്ചാൽ മതി. മണി ഇപ്പോൾ കറക്റ്റ് 10:45 മണിയായി. അപ്പോൾ ഓക്കെ ഫുഡ് കഴിക്കാന്നാ. പിന്നെ രാത്രിയത്തെ ഭക്ഷണം എന്ന് പറഞ്ഞത് ഇത് ബ്രെഡ്. എന്താണ് സംഭവം? ബ്രെഡ് മസാല, മയോണൈസ് ഉണ്ട്. ഇത് സംഭവം ഗാർലിക് മയോണൈസ് ആണ്, അതാണ് കളർ മാറി കിടക്കുന്നത്. പിന്നെ ചോറുണ്ട്, പിന്നെ വാഴയ്ക്കാ തോരൻ, മുട്ട ഓംലേറ്റ്, പിന്നെ വന്നിട്ട് സാമ്പാർ. ഇതൊരു പ്രത്യേക കോമ്പിനേഷൻ ഫുഡാണ്. എന്നാലും കഴിക്കാം. ബാ ആദ്യം കുറച്ച് മയോണൈസ് എടുക്കുക, ബ്രെഡിൽ തടവുക, എന്നിട്ട് കൂട്ടി കുഴച്ചിട്ട് അടിപൊളി. പറയാല്ലേ ഡയലോഗ് എഴുതി ഷോർട്ട് ബൈ ഷോർട്ട് ചെയ്യാം. ഓക്കെ നാളെ ചെയ്യാം. സൂപ്പറാണ്. അപ്പോൾ വൈഷു ആൻഡ് കിച്ചുവിൻ്റെ വകയായിട്ട് കുറച്ച് റീൽസ് വരാൻ പോവുകയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിന് പ്ലാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ അഭിനയിക്കണം, സൂപ്പറായിട്ട് കേട്ടല്ലോ. റിയൽ ആയിക്കണം, അഭിനയം തോന്നാൻ പാടില്ല, ആ ലെവൽ ചെയ്യണം. ഓക്കെ വേറെ നിങ്ങൾ പറയണ്ട. ഫുഡ് കഴിച്ചല്ലേ? അപ്പം എന്ത് ചെയ്യാം? ഈ ബ്രെഡ് നിന്നിട്ട് ചോറ് കഴിക്കണം. ഓക്കെ അത്ര വേറെ ഒന്നും പറയാനില്ല. ഇന്നത്തെ ഓട്ടം വലിയ കുഴപ്പമില്ല. ആ ഒരു ഡിലേ കാരണമാണ് 2-3 ഓർഡർ കുറഞ്ഞത്. അത് കാരണം കുറച്ച് ഏണിങ്സ് കുറവാണ്. അത് കുഴപ്പമില്ല, ലാഭമാണ്. ജീവിതത്തിൽ നഷ്ടം തോന്നാറ് കുറച്ച് നേരം സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ആവുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG.